അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റോസ്റ്റ് റെസിപ്പിയാണ്. കൂന്തൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇത് 1/2 കിലോ കൂന്തൽ ഞാൻ കേക്ക് വൃത്തിയാക്കിയിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മീൻ നമ്മളിപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഇതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായി, കാരണം വെള്ളം നല്ലോണം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലെ ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റുകയും ചെയ്യും, കൂന്തൽ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിൽ ഒരു ഞണ്ട് ഉണ്ടായിരുന്നു കേട്ടോ, അതും ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനത് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ട നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൂന്തൽ അത്യാവശ്യം നല്ലൊരു മീഡിയം വേവായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതേ സെയിം പാനിൽ തന്നെയാണ് റോസ്റ്റ് ചെയ്യാൻ റെഡിയാക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ആദ്യം ഞാൻ കൂന്തൽ വറ്റിച്ചെടുത്തപ്പോൾ ഞാൻ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. കൂന്തൽ അങ്ങനെ തന്നെ മസാല വെച്ചൊന്ന് വറ്റിച്ചെടുത്തൊക്കെയാണ്. ഇനി ഈ ഓയിലിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 1 കപ്പ് വലിയുള്ളിയാണ്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഒന്ന് വഴറ്റി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഈ ഉള്ളി സോഫ്റ്റായി കിട്ടാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ഉള്ളി വഴറ്റിയിട്ട് 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് വരും ഉള്ളി, പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും. ഇപ്പോൾ 1 മിനിറ്റ് മൂടി വെച്ചെടുത്താണ്. ഇപ്പോൾ കണ്ടോ ഉള്ളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടൊമാറ്റോ, അത്യാവശ്യം വലുതിൽ 1 ടൊമാറ്റോ, പിന്നെ അതിലേക്ക് വലിയൊരു പച്ചമുളകും. നല്ല എരിവുള്ളൊരു മുളകാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഒന്നെടുത്തത്. എന്നിട്ട് അതും ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്കൊന്ന് 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വന്നോളും. ഇപ്പോൾ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ല നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള മസാലകൾ നമ്മൾ കൂന്തലിൽ ആദ്യം വെച്ച് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിലും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല. ഇതിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെയും മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടുന്ന വരെ ഒന്ന് വഴറ്റണം. ഇത് നമുക്കൊരു 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ മസാലകളൊക്കെ ഒന്ന് ആ ഉള്ളിയിലും ടൊമാറ്റോയിലൊക്കെ ഒന്ന് പിടിച്ച് വന്നോളും. ഇപ്പോൾ വേണ്ടോ നല്ല ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് ആ മസാലകളൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കൂന്തൽ ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി റോസ്റ്റ് ആട്ടോ, ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും. ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. ലാസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ, അപ്പോഴേ മല്ലിയുടെ ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ നമ്മൾ അടിപൊളി കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി. താങ്ക് യു. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ചെയ്യണം കേട്ടോ. താങ്ക് യു.